ഹലോ ഗൈസ്, നമസ്കാരം. കളി കൊള്ളാം. ഓക്കെ, ഞാൻ കളി കണ്ടു. ഇപ്പോൾ കളി കണ്ട് കഴിഞ്ഞതേ ഉള്ളൂ. കളി കൊള്ളാമെന്ന് വെച്ചാൽ നല്ല കളിയായിരുന്നു, കുഴപ്പമില്ല, നല്ല സൂപ്പർ കളിയായിരുന്നു. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചു. ആക്ച്വലി ഇന്ന് KKR ഹൈദരാബാദ് വരുന്ന കളി. KKRന്റെ തുടക്കം ഇച്ചിരി ആദ്യമേ തുടക്കത്തിൽ രണ്ടെണ്ണം പോയി. അതായത് മറ്റേ ഡിക്കോക്കും പോയി, നരേനും പോയി. അപ്പോഴത്തേക്ക് അടപടലം പോയെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ അവിടുന്ന് അവർ പിടിച്ചു കയറി 3-4 വിക്കറ്റ് പോയി. 106 ആയപ്പോഴത്തേക്ക് 4 വിക്കറ്റ്. പിന്നെ അങ്ങോട്ട് അറയായിരുന്നു. അറയെന്ന് പറഞ്ഞാൽ തരംഗം വില കൊണ്ടുള്ള കിളി മാറി കളി. അതായത് അയ്യര് മറ്റേ ശ്രേയസനല്ലോ, വെങ്കടേഷ് ഒന്ന് അട്ടി. അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഉള്ള ഒരു അട്ടിയായി വെങ്കടേഷിന്റെ. കാരണം ആരും പ്രതീക്ഷിച്ചില്ല വെങ്കടേഷ് ഇന്ന് കളിക്കുന്നത്. കാരണം വെങ്കടേഷ് മൊത്തത്തിൽ കുറെ ട്രോളൊക്കെ കിട്ടി. കാരണം ഇത്രയും വില കൊടുത്ത് വാങ്ങിച്ചിട്ട് കളിക്കുന്നില്ല, അതായത് അങ്ങനെ ഇഷ്ടംപോലെ ട്രോളൊക്കെ കിട്ടി. പക്ഷേ ഇന്ന് വെങ്കടേഷിന്റെ ദിവസം. ഇന്ന് വെങ്കടേഷ് 8 അടിച്ചു. പിന്നെ അതേപോലെ റിങ്കു സിംഗ് അവസാനത്തിൽ അടിച്ചു. ഓക്കെ, സ്കോർ മൊത്തത്തിൽ പറയാം. ആക്ച്വലി KKR ഇന്ന് 200 അടിച്ചു. 206 വിക്കറ്റ് പോയി. റഹാന 27 ബോളിൽ 38, ഒരു 4-ഉം 4 6-ഉം. രഘുവംശി 32 പന്തിൽ 50 റൺ, 4 4-ഉം 2 6. പിന്നെ റിങ്കു സിംഗ് 17 ബോളിൽ 32. അവസാന ക്ലൈമാക്സിൽ റിങ്കു സിംഗ് അടിയായിരുന്നു. 4 4 1 6-ഉം. പിന്നെ എനിക്ക് കയ്യറിൻ്റെ കളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അയ്യറിൻ്റെ സൂപ്പർ കളിയായിരുന്നു. 29 60 റൺ അടിച്ചു കൂട്ടിയത്. 7 4-ഉം 3 6-ഉം. നല്ല കിടുവടി. അങ്ങനെ KKR 200 റൺ അടിച്ചു, 6 വിക്കറ്റ് പോയി. ഇപ്പം ഹൈദരാബാദിനോട് എറിഞ്ഞു വെച്ചാൽ മുഹമ്മദ് ഷമീദിനോട് പറഞ്ഞു 4 ഓവറിൽ 29 റണ്ണേ കൊടുത്തുള്ളൂ. പക്ഷേ ഒരു വിക്കറ്റ് ഇട്ടു. ദാറ്റ് കൊമ്മൻസ് അവൻ നല്ല അടിച്ച് നല്ല രീതിയിൽ അടി വാങ്ങി. ഒരു വിക്കറ്റ് ഇട്ടു. 4 ഓവറിൽ 44 പിന്നെ ഒരു അൻസാരി എന്ന് പറഞ്ഞ കളിക്കാരൻ, അവൻ 3 ഓവറിൽ 25 റണ്ണേ കൊടുത്തുള്ളൂ. പക്ഷേ ഒരു വിക്കറ്റ് ഇട്ടു. പിന്നെ ഹർഷൽ പട്ടേൽ 4 ഓവറിൽ 43 അടി കിട്ടി, ഒരു വിക്കറ്റ് കിട്ടി. പിന്നെ കാമിന്ദു മെൻഡിസ് ശ്രീലങ്കയുടെ. ഇതിനകത്തൊരു വെറൈറ്റി വെച്ചാൽ കാമിന്ദു മെൻഡിസ് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. കാരണം ശ്രീലങ്കയുടെ നേരത്തെ കളിച്ചിട്ടുണ്ട്. ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്ക് പുതിയതായിട്ട് ആദ്യമായിട്ട് കാണും. കാരണം അവൻ 2 കൈ കൊണ്ട് വരും, ഇടത്തേക്ക് കൊണ്ട് വരും, വലത്തേക്ക് 2 കൊണ്ട് പോയി അറിയും. സ്പിന്നറാണ് അങ്ങ്. ഇച്ചിരി നല്ല കാണാൻ രസമുണ്ട്. ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. അവനൊരു വിക്കറ്റ്, അവൻ 1 ഓവർ അറിഞ്ഞുള്ളൂ. 4 റൺ വിട്ടു കൊടുത്തു, ഒരു വിക്കറ്റ് വിട്ടു. അങ്ങനെ KKRന്റെ 6 വിക്കറ്റ് പോയി, 200 റൺ അടിച്ചു കൂട്ടി. മറുപടി ബാറ്റിംഗ് ഹൈദരാബാദ് ഇറങ്ങി. പിന്നെ അങ്ങോട്ട് ആട്ടപ്പെട്ടല്ലോ. അതായത് ഇഷാനും ഒന്നും ചെയ്തില്ല, ഹെഡും ചെയ്തില്ല, അഭിഷേക് ശർമ്മയും ചെയ്തില്ല, ആരും കളിച്ചില്ല. മൊത്തത്തിൽ പട്ടയെന്ന് പറഞ്ഞു പോയി. വെറും 120 റണ്ണേ അടിച്ചുള്ളൂ ഹൈദരാബാദ്. 80 റൺസിനാണ് മറ്റേ അവന്മാർ ജയിച്ചത്. വെറും 120 റണ്ണേ അടിച്ചു കൂട്ടാൻ പറ്റുള്ളൂ. പിന്നെ പറയത്തൊക്കെ അടിച്ചത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ കാമിന്ദു മെൻഡിസ് കളിച്ചു. 20 ബോൾ 27 ബോൾ, അതായത് ഒരു 4-ഉം 2 6-ഉം. ക്ലാസൻ 21 ബോൾ സൗത്ത് ആഫ്രിക്കയുടെ 33 റൺ, 2 4-ഉം 2 6-ഉം. പിന്നെ അവസാനം വന്നിട്ട് പാറ്റ് കുമ്മിൻസ് 15 ബോളിൽ 14 പേരിന് വേണ്ടി. പിന്നെ നികേഷ് റെഡ്ഡി 15 ബോളിൽ 19, 2 4-ഉം 1 6-ഉം. പാറ്റ് കുമ്മിൻസ് 2 4 അടിച്ചുള്ളൂ. പിന്നെ ഇവർക്ക് എറിഞ്ഞിട്ട് ആരൊക്കെയാന്ന് ചോദിച്ചാൽ വൈഭവ് അറോറ 4 ഓവറിൽ 29 റണ്ണിന് 3 വിക്കറ്റ് ഇട്ടു. പിന്നെ ഹർഷത് റാണ 3 ഓവറിൽ വെറും 15 റണ്ണേ കൊടുത്തുള്ളൂ. പക്ഷേ ഒരു വിക്കറ്റ് കിട്ടി. പിന്നെ വരുൺ ചക്രവർത്തി 4 ഓവറിൽ 22-ന് 3 വിക്കറ്റ് ഇട്ടു. പിന്നെ ആന്ത്രോസിൽ ആന്ത്രോസിൽ അതായത് 1.4-ന് 21 റണ്ണ് കൊടുത്തു. പക്ഷേ 2 വിക്കറ്റ് കിട്ടി. പിന്നെ സുനിൽ 4 ഓവറിൽ 30 റൺസിന് 1 വിക്കറ്റ്. അങ്ങനെ വെറും 120 റണ്ണേ ഹൈദരാബാദ് അടിക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഹൈദരാബാദിന്റെ സീൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ജയിക്കത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്ന കളിയിൽ ഇവന്മാർ മരണം അടിയായിരിക്കും. അതായത് പ്രാന്ത് പിടിച്ചുള്ള അടി. അത് സിമ്പിളായിട്ട് ജയിക്കും എന്ന് പ്രതീക്ഷിച്ച് പോകുന്ന കളിയിൽ ഇവന്മാർ തോറ്റു പോവുകയും ചെയ്യും. ഇന്ന് ജയിക്കുമെന്ന് വിചാരിച്ച ഹൈദരാബാദ്, പക്ഷേ ഒന്ന് എറിഞ്ഞ് ഒതുക്കി കളഞ്ഞു. വെറും 120 റണ്ണേ അടിക്കാൻ പറ്റുള്ളൂ. ഓൾ ഔട്ടാക്കി കളഞ്ഞു മൊത്തത്തിൽ. അപ്പോൾ എന്തായാലും 80 റൺസിന് ഇന്ന് കൊൽക്കത്ത ജയിച്ചു. ഹൈദരാബാദ് 8 നില പൊട്ടി. അപ്പോൾ ശരി, നാളെ വീണ്ടും കാണാം. മസ്സലാം, ബൈ ബൈ.